Hi Fishy Doctors, welcome back once again to Xylem Learning. നീറ്റ് 2026 ഡ്രസ് കോഡ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ഡൗട്ട്സ് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും സോഷ്യൽ മീഡിയയിലൊക്കെ ത്രൂ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കൊക്കെ ഒരു ആൻസേഴ്സ്, ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് തരാൻ തോന്നി. സോ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഡ്രസ് കോഡ് വീഡിയോയിൽ മിസ്സായി പോയൊരു കാര്യമാണ് ഹെയർ സ്റ്റൈൽസിൻ്റെ കാര്യം. കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഹെയർ സ്റ്റൈൽസ് ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഹൈ പോണിയൊക്കെ ടൈ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. മുടി പിന്നിടുക അതൊക്കെ ഓക്കെയാണ്. പക്ഷേ വലിയ ഹെയർ ഇങ്ങനെ ഒരുപാട് ഹെയറുള്ള ഒരു വലിയ ബണ്ണായിട്ട് കെട്ടി വെക്കുന്നതും ഒന്നും അലൗഡ് അല്ല. പിന്നെ ഈ ഹെയർ ആക്സസറീസ് ആയിട്ട് ഇങ്ങനെ പഫൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതൊന്നും നീറ്റ് എക്സാം ഹോളിൽ അലൗഡ് അല്ല. പിന്നെ ഹെയർ ടൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഉള്ള ഹെയർ ടൈസ്, ക്ലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹെയർ ആക്സസറീസോ ക്ലിപ്സോ മെറ്റൽ ടൈസോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എക്സാം ഹോളിലേക്ക് പോകുന്നു. ഹെയർ ബാൻഡ്സ് ആണെങ്കിലും ഹെയർ ബാൻഡ്സ് ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും മെറ്റൽ ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ബോയ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ഹെയർ ഉള്ളവർ ഹെയർ കട്ട് ചെയ്യണമെന്നുള്ളത്. അതൊന്നും കുഴപ്പമില്ല. ഹെയർ ഭയങ്കര ലോങ് ആണെങ്കിൽ അതൊരു പോണിയായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ട് പോവുക, ലൂസ് ഹെയർ ആക്കി ഇടാണ്ട് പോകാൻ നോക്കുക. പിന്നെ ബോയ്സും ഇങ്ങനെ മെറ്റൽ ഹെയർ ബാൻഡ്സ് ഒക്കെ വെക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ ഹെയർ ബാൻഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഹെയർ സ്റ്റൈൽസിൻ്റെ കാര്യം. പിന്നെ നിങ്ങൾ ചോദിച്ച കുറേ ഡൗട്ട്സ് ആണ്, മാം കോഡ് സെറ്റ് അലൗഡ് ആണോ? കോഡ് സെറ്റ് നിങ്ങൾക്ക് ഇടാം, പക്ഷേ പറഞ്ഞല്ലോ, അതായത് ഒരുപാട് ലൂസായിട്ടുള്ള പെലാസോസ് ഇടാണ്ടിരിക്കുക. സ്ട്രെയിറ്റ് ഫിറ്റ് കോഡ് സെറ്റ് പാൻസ് ഇടാം. ആൻഡ് ടോപ്പ് ആണെങ്കിൽ ഹാഫ് സ്ലീവ്സ് അല്ലെങ്കിൽ 3/4 സ്ലീവ്സ്, റൗണ്ട് നെക്ക്, ഹൈ നെക്ക് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ക്ലോസ്ഡ് ആയിട്ടുള്ള ഹൈ കോളേർഡ് ടേർട്ടിൽ നെക്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നല്ല ചൂടുള്ള സമയമാണ്, അപ്പം കോട്ടൺ ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. ബ്ലാക്ക് പാൻസ് അലൗഡ് അല്ലേ? ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റ് ഷെയ്ഡ്സ് ഇട്ട് പോകാൻ നോക്കുക. ബ്ലാക്ക് പാൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വെറ്റ് പാൻസ് ഇടാൻ പറ്റുമോ? സ്വെറ്റ് പാൻസ് ഉദ്ദേശിച്ചത് ട്രാക്ക് പാൻസ് ആണെങ്കിൽ ദാറ്റ്സ് അലൗഡ്. പക്ഷേ ട്രാക്ക് പാൻസിൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തന്നിരുന്നു. സ്വെറ്റ് പാൻസിൻ്റെ അടിയിൽ ഈ ഇലാസ്റ്റിക് ക്ലോഷർ ഉണ്ടെങ്കിൽ അത് അലൗഡ് അല്ല. അപ്പം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ബോട്ടമുള്ള പാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് പാൻസ് ഇടാം. അതിലാകുമ്പോൾ പിന്നെ സിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോ യു ക്യാൻ യൂസ് ദാറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്ക്വയർ നെക്ക്, വി നെക്ക് കുർത്തീസ് അലൗഡ് അല്ലേ? യെസ്, സ്ക്വയർ നെക്ക് കുർത്തീസ് ഇടാം, വി നെക്ക് കുർത്തീസ് ഇടാം, നോ പ്രോബ്ലം. ലൈറ്റ് കളേഴ്സ്, ഒരുപാട് ഫ്ലോറൽ പ്രിൻസ് ഒക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യുക. മാം ഡു വൈറ്റ് ഹാൻഡ് കർച്ചീഫ് കൊണ്ടുപോകാമോ ഇൻ എക്സാം ഹോൾ ഡ്യൂ ടു അലർജി സ്നീസിങ് മേ ഓക്കെ? ഹാൻഡ് കർച്ചീഫ്സ് ആക്ച്വലി അലൗഡ് അല്ല. പക്ഷേ സിൻസ് യു ഹാവ് ദിസ് ഇഷ്യൂ, ടിഷ്യൂ പേപ്പർ ക്യാരി ചെയ്യാം. കയ്യിൽ ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ എടുത്തോളൂ. എന്നിട്ട് ഇൻവിജിലേറ്ററിനോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഐ ഹാവ് ടു യൂസ് ദിസ്. അപ്പോൾ ടിഷ്യൂസ് ഇൻവിജിലേറ്റർ ഫ്രണ്ടിൽ തന്നെ വെച്ചോളും, നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദാറ്റ് വിൽ ബി ബെറ്റർ ഐ തിങ്ക്. ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡ് കർച്ചീഫ് പോക്കറ്റിലൊക്കെ വെച്ച് കൊണ്ടുവന്നതിനേക്കാൾ നല്ലത് യു ക്യാരി എ ടിഷ്യൂ പേപ്പർ പാക്കറ്റ് ഇൻ യുവർ ഹാൻഡ്. ദാറ്റ് വിൽ ബി ബെറ്റർ. എന്നിട്ട് അവരോട് ഫ്രിസ്കിങ്ങിൻ്റെ സമയത്തും ഇൻഫോം ചെയ്താൽ മതി. സ്കേർട്ട് അലൗഡ് ആണോ? സ്കേർട്ട്സ് ട്രൈ ടു അവോയ്ഡ് സ്കേർട്ട്സ് ബിക്കോസ് നിങ്ങളൊരു എക്സാം എഴുതാനല്ലേ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ചൂടാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫ്ലെയർഡ് ആയിട്ടുള്ള ലോങ് സ്കേർട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇന്ത്യയുടെ ഇതനുസരിച്ചിട്ടും സ്കേർട്ട്സ് ഇടരുത്. പ്ലീറ്റഡ് സ്കേർട്ട്സും അതൊന്നും അലൗഡ് അല്ല. ആൻഡ് 3/4 സ്കേർട്ട്സ് ഒക്കെ ഓക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഐ സജസ്റ്റ് യു ടു അവോയ്ഡ്. ട്രൈ ടു കീപ്പ് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ബ്ലാക്ക് ട്രാക്ക് പാൻസ് അലൗഡ് ആണോ? ട്രാക്ക് പാൻസ് ഓക്കെ ആണ്, പക്ഷേ അവോയ്ഡ് ബ്ലാക്ക്, ഡാർക്ക് കളേഴ്സ്. സ്ലീവ്ലെസ് അലൗഡ്. സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ട് പോയവരുണ്ട് ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ. സിൻസ് ഇറ്റ്സ് വെരി ഹോട്ട്, യു കാണ്ട് അവോയ്ഡ്. ലൈക്ക് എപ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ളത് ഇട്ട് പോകാൻ പറ്റില്ല. യു ക്യാൻ വെയർ, പക്ഷേ അഗെയിൻ റൗണ്ട് നെക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സ്ലീവ്ലെസ് ഇട്ട് പോകുന്നവർ. ബ്രേസസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളവർ, ടീത്ത് അലൈനേഴ്സ് ഇട്ടിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. വീനെക്ക് അലൗഡ് ആണ്. വീനെക്കിൻ്റെ കാര്യം മിസ് പറഞ്ഞു. പാൻസിൽ പോക്കറ്റ് ഉള്ളത് ഇഷ്യൂ ആണോ? ലൈക്ക് നോട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ്, വൺ പോക്കറ്റ് ഇസ് ഓക്കെ. 1 or 2 പോക്കറ്റ്സ് എന്താണെങ്കിലും ബേസിക് ഡിസൈനിൽ ഉണ്ടാവും. അതിപ്പോൾ ട്രാക്ക് പാൻസ് ആണെങ്കിലും ഉണ്ടാവും. ആ പോക്കറ്റ്സിൽ ഒന്നുമില്ല. നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ഫ്രിസിങ്ങിൻ്റെ സമയത്ത് എല്ലാം റിമൂവ് ചെയ്യാൻ അവർ പറയും. ഫോണോ കീയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് സേഫായിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. പോക്കറ്റ്സ് ഉള്ളത് പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് പോക്കറ്റ്സ് ഉള്ള കാർഗോ പാൻസ് അതൊന്നും അലൗഡ് അല്ല. ബ്ലാക്ക് ട്രാക്ക് പാൻറ്റ് അലൗഡ് ആണോ? ട്രാക്ക് പാൻസ് ഓക്കെ ആണ്. ഐ സജസ്റ്റ് ട്രൈ ടു അവോയ്ഡ് ബ്ലാക്ക് അഗൈൻ. മാം ഗോൾഡ് നോസ് പിൻ യൂസ് ചെയ്തൂടെ? ഞാൻ പറഞ്ഞിരുന്നു, ജ്വല്ലറീൻ്റെ കേസിൽ എനി ഫോം ഓഫ് മെറ്റൽ ജ്വല്ലറി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. നോസ് പിൻസ് ഉള്ളവർ, മുക്കുത്തി ഉള്ളവർ, സെക്കൻഡ് സ്റ്റഡ്സ് ഉള്ളവർ, ഇയർ സ്റ്റഡ്സ് ഉള്ളവർ, അതേപോലെ റിങ്സ്, മോതിരങ്ങൾ, കയ്യിൽ ബ്രേസ്ലെറ്റ്സ്, മാല, അരഞ്ഞാണം, ഇങ്ങനെയുള്ള ആങ്ക്ലെറ്റ്സ്, ടോറിങ്സ്, ഇത് എന്തെങ്കിലും നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് എക്സാം ഹോളിലേക്ക് പോവുക.
ആൻഡ് സ്ട്രേറ്റ് ഫിറ്റ് പാൻറ് ബട്ടൺ പ്ലാസ്റ്റിക് ബട്ട് സിപ്പ് മാത്രം മെറ്റലാണ്. അത് ഓക്കെയാണ് കേട്ടോ. സ്ട്രേറ്റ് ഫിറ്റ് പാൻറ് ഓക്കെയാണ്, ഒരു മെറ്റൽ സിപ്പ് അല്ലേ, ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ വെയർ ദാറ്റ്. പിന്നെ ബാക്കി ബട്ടൺ ഒക്കെ അല്ലേ, നോ പ്രോബ്ലം. ഒരുപാട് ഈ മെറ്റൽ ബട്ടൺസും കുറേ പോക്കറ്റ്സും അതിലൊക്കെ മെറ്റൽ ഡിസൈൻസ് ഒക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യാം. വാട്ട് അബൌട്ട് ഹിജാബ്? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കസ്റ്റമറി വെയർ ഓക്കെ ആണ്. ഇപ്പം ഹെഡ് കവർ ചെയ്യണം എന്നുള്ളവർക്ക് ഷോൾ യൂസ് ചെയ്യാം, ഹെഡ് കവർ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. ഇതൊന്നും ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായി നിങ്ങൾക്ക് ആ ഫ്രിസ്കിംഗ് പ്രൊസീജിയർ തീർത്ത് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. നിങ്ങൾ ബുർഖ ഇടുന്നവരാകാം, പർദ്ദ ഇടുന്നവരാകാം, ഹിജാബ് യൂസ് ചെയ്യുന്നവരാവാം, അതൊക്കെ ഓക്കെയാണ്. കസ്റ്റമറി വെയറിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോമിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ തന്നെ നിങ്ങളുടെ ഫ്രിസ്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ സ്ലിപ്പേഴ്സ് കാണിച്ചല്ലോ, അതിലെ പ്രിൻറ്റിങ്സ് കുഴപ്പമുണ്ടോ? നോർമൽ സ്ലിപ്പേഴ്സ് നിങ്ങൾക്ക് ഇടാം. സാധാരണ ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ചെറിയ പേരൊക്കെ ആണ് എഴുതിയിട്ടുള്ളതെങ്കിലും അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് നിറച്ചും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ലെറ്റേഴ്സും നമ്പേഴ്സും ഇതൊക്കെയുള്ള അങ്ങനത്തെ ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഒക്കെ ഉള്ള സാൻഡൽസ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്സും സാൻഡൽസും ഒക്കെ ഓക്കെയാണ്. ഫ്രോക്സ്, അതായത് ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്സ്, ഫ്ലെയേർഡ് ഫ്രോക്സ്, അനാർക്കലി കുർത്താസ്, അനാർക്കലി ഡ്രസ്സസ്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ജീൻസ് പറ്റില്ല, ജീൻസ് അലൗഡ് അല്ല. മാം ട്രൗസേഴ്സ് ഇടാൻ പറ്റുമോ? അത് താഴെ കുറച്ച് ലൂസാണ്, അത് കുഴപ്പമുണ്ടോ? നിവേദ് ചോദിച്ചിട്ടുണ്ട്. ട്രൗസേഴ്സ് ഇടാൻ പറ്റും, ഒരുപാട് ലൂസല്ല, നോർമൽ സ്ട്രേറ്റ് ഫിറ്റ് ട്രൗസേഴ്സ് ഓക്കെയാണ്. കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ ഓക്കെയാണ്, നോ പ്രോബ്ലം. മാസ്ക് അലൗഡ് ആയിരിക്കില്ല, മാസ്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാസ്ക് ഇട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്നത് വിൽ നോട്ട് ബി അലൗഡ് അൺടിൽ അൺലെസ് യു ഹാവ് അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിലേ അലൗ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് മാസ്ക് ഇടാണ്ടിരുന്ന് എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ക്യാരി യുവർ മെഡിക്കൽ റിപ്പോർട്ട്. എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു മെഡിക്കൽ ഡോക്യുമെൻ്റ് കൊണ്ടുപോവുക. ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് അത് അവരെ കാണിക്കുക, കാര്യം പറയുക. അലൗഡ് ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഓക്കെ, മെറ്റാലിക് ഫ്രെയിം സ്പെക്ടക്കിൾസ് അലൗഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പെക്ടക്കിൾസ് അലൗഡ് ആണ്, നിങ്ങൾ പവർ ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പിന്നെ റീഡിങ് ഗ്ലാസ്സസ് ചിലർ യൂസ് ചെയ്യാറുണ്ട്. എക്സാമിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സ്പെക്ടക്കിൾസ് ആൻഡ് മെറ്റാലിക് ഫ്രെയിം ഉള്ളതും അല്ലാത്തതും കോൺടാക്ട് ലെൻസസ് ഒക്കെ അലൗഡ് ആണ്. അപ്പോൾ ഞാൻ ഒരുവിധം നിങ്ങൾ ചോദിച്ച ഡൗട്ട്സ് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം, മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ടുള്ള ഡ്രസ് കോഡും അതേപോലെ നിങ്ങളുടെ ആക്സസറീസും നിങ്ങളുടെ ഹെയർ സ്റ്റൈൽസ് ആവട്ടെ, ജ്വല്ലറീസ് ആവട്ടെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാച്ചിൻ്റെ കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യിക്കുന്നു. സിമ്പിൾ അനലോഗ് വാച്ചസ് കുഴപ്പമില്ല, ചില എക്സാം ഹോൾസിൽ അലൗ ചെയ്യും. പക്ഷേ ഡിജിറ്റൽ വാച്ച്, ഇലക്ട്രിക് വാച്ച്, ഐ വാച്ച്, ഹെൽത്ത് ബാൻഡ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് ശ്രദ്ധിച്ച് എക്സാം ഹോളിലേക്ക് പോവുക. കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. സോ വൺസ് അഗെയിൻ ഐ എം റിമൈൻഡിങ് യു. ആൻഡ് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോവാം. ഇനി എന്തിലെങ്കിലും മക്കൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഗുഡ് ലക്ക്.